കാവുകളും നാഗാരാധനയും. ഓരോ കാവുകളും ജൈവ വൈവിധ്യങ്ങളുടെ മാതൃകകളാണ്. പണ്ട് മുതലേ നമ്മുടെ പൂർവികർ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിച്ചിരുന്നുവെന്നും പ്രകൃതി നമ്മെ എങ്ങനെ അനുഗ്രഹിച്ചിരുന്നുവെന്നും മനസ്സിലാക്കി തന്നിരുന്ന ഉത്തമ ഉദാഹരണങ്ങൾ. പരിസ്ഥിതി പ്രാധാന്യവും ദൈവികമായ വൃക്ഷങ്ങളും ചെടികളും ഔഷധ സസ്യങ്ങളും തിങ്ങി നിറഞ്ഞ ചെറിയ വനപ്രദേശം പോലെയുള്ള കാവുകളിൽ സർപ്പങ്ങളും പ്രകൃതി ദൈവങ്ങളും മറ്റ് ദേവതകളും കുടികൊണ്ടിരുന്ന കാഴ്ച പഴയ തറവാടുകളുടെ മുഖമുദ്രയായിരുന്നു. വിശേഷാവസരങ്ങളിൽ ഒന്നിച്ചു കൂടുന്ന കുടുംബാംഗങ്ങളും അവരുടെ കൂട്ടായ്മയുമൊക്കെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർപ്പക്കാവ് സംരക്ഷണവും നാഗാരാധനയും ഒക്കെ അതിൻ്റെ മഹത്വമറിഞ്ഞ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഇന്നത്തെ പഴയ തലമുറക്കാരോടും അത് ഭക്തിയോടെയും വിശ്വാസത്തോടെയും അനുഷ്ഠിക്കുന്ന പുതുതലമുറയോടും ഒത്തിരി നന്ദി. നമ്മുടെ പൈതൃകം ഇനിയും വളരട്ടെ. കേരളീയ അനുഷ്ഠാന കലകളിൽ പ്രമുഖമായ ഒന്നാണ് സർപ്പംപാട്ട്. സർപ്പക്കളം വരയ്ക്കുന്നതും പാട്ടുപാടുന്നതുമൊക്കെ പുള്ളുവർ എന്നറിയപ്പെടുന്നവരാണ്. സർപ്പക്കളങ്ങളിൽ ഭസ്മക്കളവും വർണ്ണാഭ നിറഞ്ഞ പൊടിക്കളങ്ങളുമുണ്ട്. അഷ്ടനാഗക്കളം ഇതിൽ പ്രധാനമാണ്. അഷ്ടനാഗങ്ങൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട 8 നാഗങ്ങൾ: അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ശംഖപാലൻ, ഗുളികൻ. ഈ നാഗങ്ങളെയാണ് കളത്തിൽ വരയ്ക്കുന്നത്. അഞ്ചലമണി നാഗം എന്നറിയപ്പെടുന്ന 5 തലയുള്ള സർപ്പത്തിൻ്റെ കളമാണ് ഇവിടെ കാണുന്നത്. ഭംഗിയുള്ള വർണ്ണപ്പൊടികളുടെയും പുള്ളുവരുടെ കലാപാടവം വിളിച്ചറിയിക്കുന്നതുമായ ഈ കളങ്ങൾ കാണേണ്ടത് തന്നെയാണ്. പുള്ളുവൻ പാട്ടിൻ്റെ ഈണവും താളവും കുടവും വീണയും പുറപ്പെടുവിക്കുന്ന മാസ്മരിക ശബ്ദമാധുര്യവും ആസ്വദിച്ച് നാഗദേവതകൾ പിണിയാളുകളിലൂടെ കളം കൊള്ളാനെത്തുന്ന കാഴ്ച അനിർവചനീയമാണ്. അവരുടെ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങി, അവർ തരുന്ന പ്രസാദങ്ങളും വാങ്ങി മനസ്സ് നിറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സർപ്പദൈവങ്ങളെ പ്രസീദ പ്രസീദ. നടന്നു